ഇനി നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് കടക്കാണ്. ലെറ്റ്സ് വെൽക്കം നിമിഷ. ഞങ്ങൾ പാലയിലെ സ്നേഹാലയ കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങൾ ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് എന്ന പ്രോഗ്രാം എല്ലാ ശരിയും ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പാട്ട് ഞങ്ങൾ നന്നായി ആസ്വദിക്കാറുണ്ട്. ഞങ്ങളുടെ അയലത്തിൽ തന്നെയാണ് നിമിഷക്കുട്ടി. നിമിഷക്കുട്ടിയുടെ പാട്ട് ഞങ്ങൾ അവോളം ആസ്വദിക്കുന്നു. നിമിഷക്കുട്ടി 100 മാർക്ക് കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമരസല്ലാപമേ. ചതുരൻ ചതുർമുഖനുണർന്നു രചനാ ചതുരൻ ചതുർമുഖനുണർന്നു. സർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു. മധുര മധു മൃദുലതര ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമരസല്ലാപമേ.
sa pada ma pa sa ni gari ga sa ni sa ga ba ni da sa ni ri sa gari sa sa ni sa ma gari sa ri ga ri ga ma gari ni da ni gari sa ni da sa ni da ba ma ba ni da ba ma ga ga ma ma ba pa da da ni ni sa sa ri ri ga ga ma ri ga ri ri sa sa ni sa ri sa 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 ni sa ga ri ri sa ni da da ni sa ni da ba ma ma pa ni da da ba ma ga 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 ma ni da ba ba pa da ni sa ri ga sa ri sa ni ga ri sa ni sa ri sa ni da ni sa ni da ba da ga ri sa ga ri sa ni da ri sa ni ri sa ni da ba sa ni da sa ni da ba ma ga ma ba da ba ma ba da ni da pa da ni sa ni da ma ba da ga ma pa da ba ma ba da ni ma ba da ni sa pa da ni sa pa da ni sa ri ga ri sa ni da ni sa ni da pa da ni sa pa da ni sa ri ga ga ri sa ni da pa ga ma ba da ni സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ നിമിഷ, എങ്ങനെയുണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലയിലെ പെർഫോമൻസ്? കുഴപ്പമില്ലായിരുന്നു. അടിച്ചു വിളിച്ചോ? കുഴപ്പമില്ല. ഔസേപ്പച്ചൻ സർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന ഞാൻ ആലോചിക്കുന്നത്. എന്ത് പറയുന്നുള്ളത് പിന്നെ അതെ, എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് പാടുന്നു. ആർക്ക് കൊടുക്കും ഈ 5 കസേര അല്ലേ? 5 കസേരക്ക് എന്ത് ചെയ്യാ, ഓരോ കസേരയിൽ 2 പേരെ ഇരുത്തേണ്ടി വരും. ഷെയർ ചെയ്ത് ഞങ്ങളിപ്പോ ആലോചിക്കുക ഇവരൊക്കെ ഇച്ചിരി പേടിയോടെ പാടണമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഈസി ആയേനെ. ഇറ്റ്സ് ടു ടഫ് ടു സീ. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് പാടി. താങ്ക് യു സർ. അതാണ് അതിനെ കുറിച്ച് പറയാൻ. ക്ലീൻ ആയിട്ട് പാടും, ക്ലീൻ സിംഗ്. താങ്ക് യു. ശ്വേത ചേച്ചി, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പൊ ശ്വേത ചേച്ചി ശരിക്കും ഒരു എന്താ പറയാ, ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണ് കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ. ഒത്തിരി മാറ്റങ്ങൾ മലയാള സിനിമയിലേക്ക് വന്നു, ആളുകളുടെ മനസ്സുകളിലേക്ക് വന്നു. ചേച്ചി ശരിക്കും ഒരു ഫ്ലാഗ് ബെയറർ ആണ് റെവല്യൂഷന്റെ ആ ഒരു കാര്യത്തില്. ചേച്ചി കളിമണ്ണ് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബേബിയുടെ ഡെലിവറി ഒക്കെ നമ്മള് സിനിമയിലൂടെ തന്നെ കാണിച്ചു. ആ സിനിമയിൽ ചേച്ചി ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നിമിഷ ഇവിടെ വന്ന സമയത്ത് ഓഡിഷന്റെ സമയത്ത് ഫൈനൽ ഓഡിഷന്റെ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം, അതായത് ഓഡിഷനിൽ സെലക്ട് ആയതിനു ശേഷമാണ് പ്രസവിച്ചത്. അതിനുശേഷം ബേബിക്ക് ഇവിടെ വെച്ചാണ് പേരിട്ടത്. ഒരു ചെറിയൊരു വീഡിയോ കണ്ടാലോ, അപ്പൊ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. വീഡിയോ പ്ലീസ്. മാം തന്നെ ആ പേരൊന്ന് കുഞ്ഞിന് ഇടണം. അപ്പൊ കുഞ്ഞിന്റെ പേര് ഫിക്സ് ആക്കിയോ? മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഷോയിലൂടെ ലോകത്തിലാദ്യമായിട്ട് നമ്മളൊരു പേരിടൽ ചടങ്ങ് ഈ വേദിയിലൂടെ നടത്തുവാണ്. തങ്കത്താമര നൂലിന്റെ പാവു ചുറ്റി ചുണ്ടിൽ ചന്തമിഴുന്നൊരു കൊഞ്ചലിട്ട് മെല്ലെ വാ നിനവേ നീയാലോലം പാവനി 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 നക്ഷത്ര പെണ്ണെ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരു വീട്ടിൽ കണ്ണേ. ചേച്ചി ബാക്കിൽ ഇരിക്കുന്നുണ്ട് തൊട്ട് പുറകില് പാവനിക്കുട്ടി ഉണ്ട്. ആലോലം കൺമണി പൊന്നേ അല്ലി മലർ കണി കുഞ്ഞേ ആലോലം കൺമണി പൊന്നേ അല്ലി
പാവനുകുട്ടിക്ക് ഈ സ്റ്റുഡിയോ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അതെ. കാരണം ലൈറ്റ്സ് ഒന്നും ഒരു പേടിയില്ല. എല്ലാ മാസവും ഷൂട്ടിങ്ങിന് വരും. ശ്വേത ചേച്ചി ദേ ഇവിടെ അമ്മ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് നിക്കാണ്. ശ്വേത ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഞാൻ എന്റെ മോളെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒരു ഷോട്ട് അവിടെ ചെയ്തത്. ഒരു സിനിമ മറ്റേ നമ്മുടെ കളിമണ്ണ് സിനിമയില്. അവളപ്പോ ഒരു 3-3.5 വയസ്സ് ആയിട്ട്, സോറി 3-3.5 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മോൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ലാലി ലാലി ലീ ലാലി ലാലി മൈക്ക് ഇങ്ങോട്ട് മലരുളി മന്ദാരമലരി അയ്യോ മഞ്ചാടി മണി ചാഞ്ചാടും അഴകേ പുതുമലരി പൊന്നാരമലരി എന്നോമൽ പാവണി എൻ കുഞ്ഞു മലരി. മ്യൂസിക്കൽ വൈഫിന്റെ ഒരു നിമിഷം. എന്താ ഈ നിമിഷത്തിനെ പറയണേന്നറിയില്ല. ഒരു പാവണി ഒരു മ്യൂസിക്കൽ ബേബി ആയി മാറും. ബിഗ് ശ്വേത, പാവനി എന്നുള്ളത് രാഗമാണ്, രാഗത്തിന്റെ പേരാണ്, മേളകർത്ത രാഗം. അയ്യോ എന്താണ് പറയാനുള്ളത്? ഇതാണ് ഏറ്റവും വലിയ പ്രൈസ്. ഞാൻ ഈ സ്റ്റേജ് പോയിട്ട് ഇതുവരെ കരഞ്ഞിട്ടില്ല. കണ്ണും പോട്ടെ പൂഞ്ചേലാടാലോ, നീലപ്പേ കണ്ണും പോട്ടെ പൂഞ്ചേലാടാലോ, പൂഞ്ചേലാടാലോ. മാമനേ വാവാ മാമനേ വാവാ പാവനി വാവ. അയ്യോ ബബിൾസ് കണ്ടിട്ട് അന്തം വിട്ട് നിക്കുക. പാവനിക്ക് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെത്തി. ഇതൊരു സുവർണ നിമിഷം. അതെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയും ഇമോഷണൽ ആയിട്ട് ഈ സ്റ്റേജിൽ നിന്നിട്ടില്ല. എനിക്ക് ഇന്ന് ശരിക്കും സങ്കടം വന്നു. സന്തോഷം കൊണ്ട് ആനന്ദാശ്രു അത് തന്നെ. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തില് നമ്മുടെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു നിമിഷ, താങ്ക് യു. നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത ആളെ വിളിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം രമ്യ. ഗോവർദ്ധനഗിരി കൈയിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി?
ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി? ഗോപകുമാരൻ വരുമോ തോഴി? കാളിയ മർദ്ദന നർത്തനമാടിയ കമനീയ വരുമോ തോഴി? ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി? ചിന്താമലരുകൾ മുള്ളുകളാ മോൾക്ക് എന്താ പറ്റിയത്? എന്താണ് പാടാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഒച്ച പോയി. ഒച്ച പോയി. പ്രാക്ടീസ് ചെയ്തു പോയതാണോ? അല്ലല്ല പ്രാക്ടീസ് അലർജി പിടിച്ചു. ലാരിഞ്ചൈറ്റിസ് വന്നോ? ലാരിഞ്ചൈറ്റിസ് വന്നാൽ തുറക്കാൻ 2-3 ദിവസം എടുക്കും. വോക്കൽ കോഡിൽ നീര് വീണതാണ് ലാരിഞ്ചൈറ്റിസ്. എല്ലാ പാട്ടുകാർക്കും വോയിസ് ഉപയോഗിക്കുന്നവർക്കും വരുന്നൊരു സംഭവമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ നേരം പാടും തോറും വോയിസ് സ്ട്രെയിൻ ആവും, നീര് കൂടും. വോയിസ് റെസ്റ്റ് ആണ് ലാരിഞ്ചൈറ്റിസിന് വേണ്ടത്. രാവിലെ തൊട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. റിഹേഴ്സൽ സമയമൊക്കെ ഫുള്ള് പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തോ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു വന്നിട്ട് ശരിയായിട്ടില്ല. സ്റ്റിറോയിഡാ? രമ്യ, ഞാൻ ഒരു കാര്യം പറയാട്ടോ. ലാരിഞ്ചൈറ്റിസ് ഉണ്ട്, ശബ്ദം അടച്ചിട്ടുണ്ട്, പാടാൻ പറ്റുന്നില്ല. പക്ഷെ രമ്യ ഈ പാട്ട് ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്, പാടി കേൾപ്പിക്കുകയും ചെയ്തു. കണ്ടോ? നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ആ ശബ്ദം വെച്ചിട്ട് യു ആർ ട്രൈങ് ദ സോങ്. പാടി നോക്കണോ? കുറച്ച് പാടാം. ആ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചങ്ങ് പാട്. ഓക്കെ? രമ്യ പാടുന്ന എങ്ങനെയാ നമുക്കറിയാലോ. ഒരു കാര്യം പറയാം, തൊണ്ട പോയ എല്ലാവരുടെയും ഒച്ച നെഗറ്റീവായിട്ട് ഒന്നും എടുക്കരുത്. ഇത് ജസ്റ്റ് 1 day, that's it. Correct. There is more bigger thing waiting for you. Okay? ഇന്ന് അവസാനത്തെ ദിവസമല്ല, ഇന്ന് തുടക്കമായിട്ടും കരുതരുത്. ഇന്ന് ജസ്റ്റ് ഒരു ദൈവം തന്നൊരു ചെറിയ ചാൻസാണ്. ഇതില്ലെങ്കിൽ വലിയ ചാൻസ് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് നെഗറ്റീവായിട്ട് ജസ്റ്റ് സിങ് ആൻഡ് ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ? ഡോണ്ട് വറി. കണ്ണു അടച്ചങ്ങ് പാടുക. പോകുന്നിടത്തങ്ങ് പോട്ടെ, ആരുമില്ല. അതെ, രമ്യ നന്നായിട്ട് പാടും കേട്ടോ. ഗ്രാൻഡ് ഫിനാലെ എവിടെ വിട്ടുപോയാലും കുഴപ്പമില്ല, നിർത്തണ്ട, പാടിക്കോളൂ. ഓർക്കസ്ട്ര ഉണ്ടല്ലോ. അതെ, ഓക്കെ. അല്ല, ബുദ്ധിമുട്ട് കൂടുതൽ തോന്നിയ ഇല്ല, എന്നാലും ഒരു കാരണവശാലും പറ്റണ പോലെ പാടും. എടുക്കരുത്. പറ്റണ പോലെ പാടൂ. ഒരുപാട് സ്റ്റെറോയിഡ്സ് എടുക്കരുത്. ഒരു ചാൻസ് എടുക്കുക. പക്ഷെ വോയിസ് റെസ്റ്റ് ആണെങ്കിൽ വോയിസ് റെസ്റ്റ്. ഡോണ്ട് ടേക്ക് സ്റ്റെറോയിഡ്. ഓക്കെ? ഗോഡ് ബ്ലെസ് യു. തകർക്കും. രമ്യ, all the very best. All the best, Ramya. All the best. ടേക്ക് പോവാം. രമ്യ ഒന്നുമില്ല, ഒന്ന് പാടിയാൽ മതി. പോണം. ഓക്കെ, റെഡി റെഡി റെഡി. ആക്ഷൻ, മ്യൂസിക്. ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി? ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ
സാഗര ചുംബനമേറ്റു തളർന്നു സാഗര ചുംബനമേറ്റു തളർന്നു സന്ധ്യനഭസിൽ മാഞ്ഞു കഴിഞ്ഞു നീല നിലാവിൻ നിറമാലയുമായി നീല നിലാവിൻ നിറമാലയുമായി നിർമ്മലയാമിനി വന്നു കഴിഞ്ഞു ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി ചിന്താമലരുകൾ മുള്ളുകളായി ചിന്താമലരുകൾ മുള്ളുകളായി നൊന്തുഴലുന്നു മാമകഹൃദയം പാലും വെണ്ണയും പഴകും മുമ്പേ പാലും വെണ്ണയും പഴകും മുമ്പേ പങ്കജനേത്രൻ വരുമോ തോഴി ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി കാളിയ മർദ്ദന നർത്തനമാടിയ കമനീയാങ്കൻ വരുമോ തോഴി ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി ഇതാണ് നമ്മൾ സ്റ്റേജിൽ ആ നേരം വരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടില്ല. പാട്ട് പാടാൻ നേരത്തെ വിത്ത് ഓർക്കസ്ട്ര നമ്മൾ തുടങ്ങുമ്പോൾ അറിയാണ്ട് ശബ്ദം വരും. ഇത് ഒരുപാട് പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റേജിന്റെ പവറാണ് ശരീരത്തിനുള്ളിലുള്ള അല്ല ഒരു എൻസൈംസ് കുറെ ഇതുണ്ടല്ലോ, അവരെല്ലാം നമ്മൾ പാടണം എന്നുള്ള ഒരു നമ്മളുടെ ഒരു ആർജവത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതും വന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് പാടാൻ പറ്റും. ഒട്ടും ശബ്ദമില്ലാത്ത ആൾക്കാര് പാടിയിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉണ്ട്. എനിക്ക് ഒട്ടും തുറക്കാൻ പറ്റില്ല. 3.5 മണിക്കൂർ കച്ചേരി ചെയ്തിട്ട് അത് ആ കച്ചേരി ആയിരുന്നു എൻ്റെ കിട്ടിയ ഏറ്റവും വലിയ നല്ല കച്ചേരി. ഭയങ്കര പേരായിട്ട് കിട്ടിയ ഒരു കച്ചേരി ആയിരുന്നു. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ പാടണം എന്നുള്ള നമ്മുടെ ഉള്ളിലെ ആ ഒരു ആർജവം ഉണ്ടല്ലോ. ഇന്നിപ്പോ ഇത് ഇത്രയും സത്യം. ഇനി ഒരു കാര്യം പറയാം. ഞാൻ രജീഷിനോടും ചോദിച്ചു, ഇനി രണ്ടാമതൊന്ന് പാടിക്കണമെന്നു. പക്ഷേ നിങ്ങളുടെ ആ ഡയറക്ടറിന്റെ മനസ്സ് ഇല്ല, പാടും ചേച്ചി, പാടട്ടെ. അദ്ദേഹത്തിനൊരു വലിയ നമസ്കാരം. ആ രജീഷ് എന്നുള്ള ഒരു വലിയ എന്താ പറയണ പുണ്യവാന്. സത്യം ഒരു ദൈവീകതയുള്ള ഒരാളാണ് നമ്മളുടെ ഈ രജീഷ്. സത്യം. പുള്ളി ഇവിടെ നിന്ന് ഇല്ല പാടും, ഇല്ല പാടുന്നു, അത് പാടും. അപ്പൊ ഞാനും ഇനി എന്ത് ചെയ്യുന്നു. പക്ഷെ പുള്ളി തരുന്ന ഒരു കോൺഫിഡൻസ്, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരിലും പുള്ളി ഇവരത് ചെയ്യും, ഇന്നത് ചെയ്യും. എല്ലാരെയും പഠിച്ച് ഒരു 10 പേരുടെ കാര്യം നോക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു എത്ര പേരുണ്ടോ എല്ലാവരുടെയും കാര്യം എല്ലാവരും A to Z മനസ്സിലാക്കുന്ന ഒരു പുള്ളി. ഒരു വലിയ നാളത്തെ ഞാൻ പറയട്ടെ, ഒരു വലിയ ഡയറക്ടറായിട്ട് വരട്ടെ. ഫിലിം അതല്ല, രജീഷിനെ ഈ നേരത്തെ ഞാൻ ഇത് ചെയ്യുന്നു. രമ്യ വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. കാരണം ഈ തൊണ്ട വയ്യാതെ മോൾ ഇന്ന് ഈ പാടിയതാണ് ഏറ്റവും വലിയ സമ്മാനം, ഗാന സമ്മാനം. പാടാൻ പറ്റാതായി പോയിരുന്നുണ്ടായിരുന്നു. അതാണ് അതൊട്ടും നടന്നില്ല, നേരെ ഓപ്പോസിറ്റാ നടന്നത്.
നമ്മൾ അറിയുന്നോണ്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ ഇടയ്ക്ക് ഒരു കരകരപ്പ് ഒന്നും അല്ലാണ്ട് ആർക്കും മനസ്സിലാവില്ല. അതെപ്പോ സംസാരിക്കാനും പറ്റുന്നില്ല, പക്ഷെ പാടാൻ പറ്റി. ഔസപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. മോനെ 10ാം ക്ലാസ്സുകാരാ, വീണ പ്ലെയർ, ദക്ഷിൺ കലകി, സൂപ്പർ. ഇതിനു മുമ്പും പറയണമെന്ന് വിചാരിച്ചിട്ടോ ദക്ഷിണെ ആ നേരം മറന്നു പോവാണ്. എല്ലാ മ്യൂസീഷ്യൻസും എല്ലാത്തിനും നമ്മുടെ ബാൻഡിന് വലിയൊരു നമസ്കാരം, കയ്യടി. അത്ര രസമായിട്ട്. ശരിക്കും ഇന്നലെ റിഹേഴ്സൽ ചെയ്തപ്പം അവരും രാധിക ചേച്ചിയും ഒക്കെയാണ് പാടിയത് ഓർക്കസ്ട്രയുടെ കൂടെ, ഞാനല്ല പാടി. ശ്വേത ചേച്ചി? ഞാൻ എൻജോയ് ചെയ്തു. കുട്ടി നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇവിടുന്ന് എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി കുട്ടിക്ക് തന്നു. നന്നായി പാടി, നന്നായിട്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് പാടിയത്. വോയിസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. എനിക്കും ഷൈനാണ് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടു. അല്ലേ ഷൈൻ ചേട്ടാ ഇഷ്ടപ്പെട്ടോ? അത് മതി. ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആണ്, ഞാൻ അങ്ങനെ പറയും. നമുക്ക് പാട്ട് പാടുന്ന സമയത്ത് മാത്രം തുറന്നാ മതിയില്ലേ തൊണ്ട? അതിന് പിന്നെ തുറക്കേണ്ട ഒരു കാര്യമില്ല. പാട്ട് പാടുമ്പോ തുറന്നില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും രമ്യ, എന്തായാലും നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാത്ത ജഡ്ജ്മെന്റ് ഒക്കെ കിട്ടി. നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, കുറെ പേര് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് രമ്യ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.